5 നേരവും പടച്ചവൻ്റെ മുമ്പിൽ നിസ്കരിക്കുന്നുണ്ട്, ദുആ ചെയ്യുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും പടച്ചവന് വേണ്ടി ഞാൻ ചെയ്തു കൊടുക്കുന്നുണ്ട്. എന്നിട്ടും പടച്ചവൻ എൻ്റെ ദുആ കേൾക്കുന്നില്ല. ഇതൊന്നും ഇല്ലാത്ത എല്ലാവർക്കും പടച്ചവന് നല്ല ഹാപ്പിനെസ് കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞ് ഒരുപാട് ആൾക്കാർ മെസ്സേജ് അയക്കാറുണ്ട്. അവരോട് ഒരൊറ്റ കാര്യം പറയാനുള്ളൂ. ഈവൻ ഞാൻ പണ്ട് സുബഹി പോലും നിസ്കരിക്കാത്ത സമയത്ത് പടച്ചവൻ എനിക്ക് എല്ലാ സൗഭാഗ്യങ്ങളും തന്നിട്ടുണ്ടായിരുന്നു. ഒരാളെ സഹായം കൂടാതെ എഴുന്നേൽക്കാനും, ഒരാളെ പരസഹായം കൂടാതെ ബാത്റൂമിൽ പോകാനും, ഒരാളെ സഹായം കൂടാതെ ഭക്ഷണം കഴിക്കാനും, എല്ലാ പ്രയാസങ്ങളും ഇല്ലാതെ ജീവിതം അടിപൊളിയായിട്ട് മുന്നോട്ട് പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഒരു പ്രയാസം വന്ന സമയത്ത് ഒരു മനുഷ്യനുണ്ടായില്ല. സാമ്പത്തികമായിട്ട് അങ്ങേയറ്റം ഇടിഞ്ഞപ്പോൾ, മാനസികമായിട്ട് മൊത്തം തകർന്നപ്പോൾ, സാമ്പത്തികമായിട്ടും മാനസികമായിട്ടും ശാരീരികമായിട്ടൊക്കെ ഞാൻ പ്രയാസത്തിൽ പെട്ട് കിടന്ന സമയത്താണ് എനിക്ക് മനസ്സിലായത് അന്നൊന്നും നമ്മളെ കൂടെ തോളിൽ കയറ്റി കിടന്ന ഒരു മനുഷ്യനുണ്ടാവില്ല, പടച്ചവൻ മാത്രമേ ഉണ്ടാവുള്ളൂ എന്നുള്ളത്. അതുകൊണ്ട് ജീവിതത്തിൽ നല്ല ഹാപ്പിനെസ്സിൽ പോകുന്ന സമയത്ത് അള്ളാനെ മറന്ന് കളിച്ചു കഴിഞ്ഞാൽ ഒരടി പടച്ചവൻ തരും. അതൊന്നും നന്നാവാൻ വേണ്ടിയിട്ടാണ്. പടച്ചവൻ അത്രമേൽ നമ്മൾ ഇഷ്ടമുണ്ടായതുകൊണ്ടാണ്. അതുകൊണ്ട് ഇപ്പോഴത്തെ പരീക്ഷണം, ഇപ്പോഴത്തെ പ്രയാസങ്ങളൊന്നും നിങ്ങൾ കണ്ട് വേജാറാവണ്ട. ചിരിക്കുന്ന ഒരു മുഖമില്ലാതെ, അല്ലെങ്കിൽ നല്ലോണം സന്തോഷിക്കുന്ന ഒരു നിമിഷമില്ലാതെ ഈ ദുനിയാവെന്ന് ഒരിക്കലും നമ്മൾ പോകില്ല. പിന്നെ ഈ ദുനിയാവെന്നൊന്നും കിട്ടിയില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും കിട്ടുമെന്നുള്ള പ്രതീക്ഷയിൽ നിങ്ങൾ ദുആ ചെയ്യണ്ട. ചിലപ്പം പടച്ചവൻ തരും. അതിന്ന് ദുനിയാവെന്നായിരിക്കും, ചിലപ്പോൾ ആഖിറത്തുനിന്നായിരിക്കും. ഏറ്റവും ഇഷ്ടപ്പെട്ട അടിമകളെ മാത്രം പടച്ചവൻ പരീക്ഷിക്കുള്ളൂ. വിഷമിക്കേണ്ടടാ, എന്ത് കാര്യത്തിനാണ് വിഷമിക്കുന്നത്? പ്രയാസങ്ങൾ വരട്ടെ, കുന്നോളം വരട്ടെ, അതൊക്കെ താങ്ങാനുള്ള കഴിവ് പടച്ചവൻ തരുന്നില്ലേ? ദിവസവും ഒരാളെ സഹായം കൂടാതെ ബാത്റൂമിൽ പോകാൻ പറ്റുന്നില്ലേ? ഇതന്നെ വലിയ കാര്യമാണ്. ശുക്ർ അത് പടച്ചവനോട്.